ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഒരുപാട് ഭരണഭാഗത്തിൻ്റെ ഭാഗമായി നടത്തുന്ന തൂഫാൻ വേട്ട, ഇതിനു മുന്നേ കുബേര ഉണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭയിൽ. പക്ഷേ ഇതൊന്നും ശരിയായ രീതിയിൽ ആ പറയുന്ന ലാഘവത്തോടെ അതിൻ്റെ ഗൗരവത്തോടെ അത് മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് ഓരോ സമയത്തും നമുക്ക് സംശയം ഉദിക്കുന്ന രീതിയിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിട്ടുള്ളതും ഇപ്പോൾ നടക്കുന്നതും എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അതിനുശേഷം ഒരു പുതിയ പദ്ധതിയും കൂടി അദ്ദേഹം പറഞ്ഞതായി ഞാൻ കേട്ടു. അതൊന്നും ഇതുവരെ ഒന്നും കേട്ടില്ല. അതിനുശേഷം വിസിൽ, ഇവിടുത്തെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ കൈക്കൂലി കള്ളത്തരങ്ങൾ പുറത്തു കൊണ്ടുവരാനായിട്ടൊരു വേറൊരു പ്രോഗ്രാം അദ്ദേഹം കൊണ്ടുവന്നതാണെന്നൊക്കെ അദ്ദേഹം പറയണ കേട്ടു. അതിന് പ്രചോദനം കൊടുത്തത് തമിഴ്നാട് മുഖ്യമന്ത്രി വിജയുടെ വിസിലാണ് എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ വളരെ സങ്കടത്തോടെ പറയുകയാണ്, ഈ തുഫാൻ എന്ന വിഷയം വളരെ നല്ല കാര്യമാണ്. നമ്മുടെ നാടിനെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം തന്നെയാണ് മയക്കുമരുന്ന്. ആ മയക്കുമരുന്ന് വേട്ടയുടെ ഭാഗമായി അതിന് പേരിട്ടുള്ളതാണ് ഈ തുഫാൻ. ഇപ്പോൾ പല സ്ഥലത്തും പലതും പിടിക്കപ്പെട്ടു എന്നൊക്കെ നമ്മൾ കണ്ടു. പക്ഷേ ഒന്നുമില്ലെങ്കിൽ ഉപയോഗിക്കുന്നവർ അല്ലെങ്കിൽ ആ ഉപയോഗിക്കാൻ കൊടുത്തവനാണ് ഈ പിടിക്കപ്പെട്ടിട്ടുള്ളൂ. അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിലേക്ക് ഇത് പോകുന്നില്ല എന്നുള്ള ഒരു ദുഃഖ സങ്കടം ആദ്യം തന്നെ പറയേണ്ടതായിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മയക്കുമരുന്ന് വേട്ട പ്രധാനമായിട്ട് ഇവിടെ നടത്തേണ്ടത് ഇവിടുത്തെ കലാലയങ്ങളിൽ തന്നെയാണ്. ഒരു സംശയവും വേണ്ട. പ്രത്യേകിച്ച് പ്രൊഫഷണൽ കോളേജുകളിൽ അവിടെ ഇന്നേ വരെ പോലീസ് പോയിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ഇനി അവിടെ പോയി ഇല്ലെങ്കിലും ഈ പോലീസ് അവിടെ പോയി സെർച്ച് ചെയ്യുന്ന വീഡിയോകൾ ഇവിടെ സമൂഹത്തിൽ ഒന്ന് പ്രചരിപ്പിച്ചാൽ മതി. അവിടെ ഇത് ഉപയോഗിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു പേടിയെങ്കിലും ഉണ്ടാവും. ഇതുവരെ അത് ചെയ്തിട്ടില്ല. ഇവിടെ ഏറ്റവും കൂടുതൽ മയക്കുമരുന്ന് കച്ചവടം നടക്കുന്നത് ഈ വിദ്യാലയങ്ങളാണ്, പ്രൊഫഷണൽ കോളേജുകളിലാണ്. ഒരു സംശയവും വേണ്ട. വൈകുന്നേരങ്ങളിലോ മുടക്ക് ദിവസങ്ങളിലോ അത് പോയാൽ കാണും. മയക്കുമരുന്നടിച്ച് കലിപൂണ്ട് രാഷ്ട്രീയം തലയ്ക്ക് കയറി ഇവിടെ എത്ര വിദ്യാർത്ഥികളെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കിയ കേസുകൾ ഇവിടുത്തെ കോടതികളിലുണ്ട്. ആരൊന്നും പറയില്ല. പീഡിപ്പിച്ച പെൺകുട്ടികളുടെ കഥകൾ എത്ര എണ്ണയുണ്ട്, ആരൊന്നും പറയില്ല. ഇതൊക്കെ ചെയ്തത് ഇവിടെ റാഗിങ് ചെയ്തിട്ടുണ്ടെങ്കിലും, ക്രൂരമായ റാഗിങ് നടത്തിയിട്ടുണ്ടെങ്കിലും, ഇതുമാതിരിയുള്ള കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും, ബലാത്സംഗങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അതൊക്കെ ഉത്തരവാദി ഈ മയക്കുമരുന്ന് തന്നെയാണ്. നമ്മൾ വയനാട്ടിലെ സിദ്ധാർത്ഥിൻ്റെ കഥ നമുക്കറിയില്ലേ? ഒന്നേ ഞാൻ പറയുന്നുള്ളൂ, ഒരുപാട് കഥയുണ്ട്. കോട്ടയം മെഡിക്കൽ കോളേജ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പാളുടെ ഒരു അനന്തരവൻ അവിടുത്തെ ഒരു പെൺകുട്ടിയെ ചെയ്ത കഥ. ഈ രാഷ്ട്രീയക്കാരൊക്കെ കൂടി അത് ഒത്തുതീർപ്പാക്കിയ അവസാനം. ഇതൊക്കെ മയക്കുമരുന്ന് തന്നെയാണ്. അപ്പോൾ മയക്കുമരുന്ന് വേട്ട തുഫാൻ ആദ്യം ചെയ്യേണ്ടിയിരുന്നത് ഒറ്റ ദിവസം എല്ലാ വിദ്യാലയങ്ങളിലെയും ഹോസ്റ്റലുകളും ഒക്കെ കയറി ഒരു വീഡിയോ ഇറക്കി വിടുക. പിടിച്ചു കാണിച്ചില്ലെങ്കിൽ ഇപ്പം പിടിക്കുന്നത് ആരാന്ന് കണ്ടില്ലേ? സതീശൻ്റെ ഫ്രണ്ടാന്നൊക്കെ പറയണത്. എന്നിട്ട് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് മന്ത്രി തന്നെ പറയുന്നു അതിന് എക്സ്പ്ലനേഷൻ കൊടുക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. സാറേ, ഇവിടെ വോട്ട് പിടിക്കാൻ കാട്ടിക്കൂട്ടിയിട്ടല്ല നമുക്ക് കാണേണ്ടത്. ആ ഒരു വിഷക്കുത്ത് ഈ സമൂഹത്തിൽ നിന്ന് പോകണം. അതിനെ എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് ഇവിടെ അറിയേണ്ടത്. അതിന് വേണ്ടത് ഇവിടെ ചെയ്യുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. എന്തായാലും വേണ്ടിയില്ല, ഈ തുഫാൻ വേട്ട ഒരു പുതിയ രൂപത്തിൽ അത് മാറ്റിക്കൊണ്ട് കൂടുതൽ കർശനമാക്കിക്കൊണ്ട് ഈ മയക്കുമരുന്നിന് അടിമകളായ ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ എടുത്താലും, അഭിമന്യു മഹാരാജാസിൽ കോളേജിൽ ഒരു അഭിമന്യു ഓർമ്മ ഉണ്ടല്ലോ, SFIക്കാരൻ. അവരുടെ ഭരണകാലത്ത് തന്നെയാണ് ആ വിദ്യാർത്ഥിയായ അഭിമന്യുവിനെ കുത്തിക്കൊന്നത്. രണ്ടുപേരെയാണ് ഒരേ സമയം കുത്തിയത്. അഭിമന്യു മരിച്ചു, മറ്റേ കുത്തിയെ ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. അവൻ കണ്ടതാ ആരെ കുത്തിയെന്ന്. ആ കുത്തിയവനെ ഇന്നും അറസ്റ്റ് ചെയ്തിട്ടില്ല. ഇതാണ് ഇന്ന് കേരളം. ഞാൻ പറയുന്നില്ല അതിൻ്റെ പിന്നിൽ ആരാണെന്നും. അത് പറഞ്ഞാൽ അത് പിന്നെ വേറൊരു കഥയായി മാറും. ഇവിടുത്തെ എല്ലാവർക്കും അറിയാം SFIക്കാരനായ അഭിമന്യുവിനെ ആരാണ് കുത്തിക്കൊന്നത്, എന്ത് വിഭാഗ ആൾക്കാരാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. ഇപ്പതാ
ഒരു വിദ്യാഭ്യാസ മന്ത്രിയെ സ്റ്റാഫായി കയറി കൂടി ഇന്നലൊക്കെ ന്യൂസാണത്. ഇവിടെ വൺ സൈഡ് ന്യൂസ് മാത്രമേ പാടൂ, ഒരു സൈഡ് ഒന്നും പാടില്ല. ഇതാണ് കേരളത്തിൻ്റെ ഇന്നത്തെ അവസ്ഥ. എന്തോ ആയിക്കോട്ടെ, ഈ മയക്കുമരുന്നിനെതിരെ ഉണ്ടാക്കിയ ഈ പ്രോഗ്രാം വളരെ ഭംഗിയായി നടത്തി ഈ സമൂഹത്തിലുള്ള ആ ഒരു വിഷം എടുത്തു കളഞ്ഞാൽ ഒരുപാട് രാഷ്ട്രീയ കൊലപാതകങ്ങളും വിഷങ്ങളും ഒക്കെ ഇവിടെ നിൽക്കും, ഒരു സംശയവും വേണ്ട. അതിനുള്ള ചങ്കൂറ്റം ഉള്ള പോലീസ് ഓഫീസർമാരും അവർക്ക് ധൈര്യം കൊടുക്കുന്ന ഭരണ നേതൃത്വവും ഇവിടെ ഉണ്ടായാലേ ഇതൊക്കെ ഭംഗിയായിട്ട് മുന്നോട്ട് പോവുകയുള്ളൂ. കാട്ടിക്കൂട്ടിയാൽ ഇതൊന്നും ശരിയായ രീതിയിൽ പോവുകയില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അപ്പോൾ ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രിയും മുഖ്യമന്ത്രിയും ഇതിൽ ഒന്നും കൂടി ചർച്ച ചെയ്ത് ഇതിൽ ഇപ്പോൾ പോകുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടുത്തെ കലാലയങ്ങളിൽ കയറണം. അവിടെ നടക്കുന്ന ഇപ്പോഴാ ഒരു മെഡിക്കൽ കോളേജിൽ ഒരു കുട്ടീനെ കാണാനില്ല, 3-4 ദിവസമായിട്ട് ഫൈനൽ ഇയർ MBBS പഠിക്കുന്നത്. ഇവിടെ ന്യൂസല്ല, TV ചർച്ചയില്ല. എന്തുകൊണ്ടാണ് ആ കുട്ടിയെ കാണാതായത്? ഇനിയിപ്പോൾ ഇന്ന് കണ്ടോന്നറിയില്ല. പറഞ്ഞു കേൾക്കുന്നത് മയക്കുമരുന്നുമായിട്ടുള്ള കഥകളാണ്. ഇത് ഒരു കോളേജിലല്ല, അന്ന് വയനാട്ടിലെ സിദ്ധാർത്ഥിനെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി. ആ കേസ് വല്ലതും ആയോ? കേസ് വല്ലതും ആവുമോ? ഇവിടുത്തെ 2 രാഷ്ട്രീയ നേതൃത്വമല്ലേ ഇവിടെ ഉള്ളത്? ഒന്നും ആവില്ല. നമ്മൾ കണ്ടതല്ലേ കോട്ടയം നഴ്സിംഗ് കോളേജിൽ ആ കേസ് അന്ന്. ആ കേസ് ഒത്തുതീർന്നു. ഇത് അവസാനം കേരളത്തിലെ മിക്ക കേസും അങ്ങനെ ഉണ്ടാവുക. ശക്തമായ ശിക്ഷ കൊടുക്കണം, ശക്തമായ അന്വേഷണം നടക്കണം, കുറ്റക്കാരെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ച് ശിക്ഷിക്കണം. അപ്പോഴാണ് ഇത് റിപ്പീറ്റേഷൻ ഉണ്ടാവാണ്ടിരിക്കുള്ളൂ. അത് മനസ്സിലാക്കിക്കൊണ്ട് നേതൃത്വം ഈ തുഫാൻ വേട്ട എന്ന പേരിൽ ചെയ്യുന്ന ഇത് തുഫാനൊന്നും വേണ്ടോ, ഇത് വേണ്ട കാര്യമാണ്. ഒരു ഭരണം നടത്തുന്നവരുടെ ചുമതലയാണ്. അത് ഭംഗിയായി ഓരോ വിദ്യാലയങ്ങളും അതുമാതിരിയുള്ള മറ്റുള്ള ഏതൊക്കെ ഹോട്ടലുകൾ എവിടെയാണെങ്കിലും ശക്തമായി പോയി റൈഡ് ചെയ്ത് കുറ്റവാളികളെ കണ്ടെത്തി സമൂഹത്തിൻ്റെ മുന്നിൽ കാണിച്ചു കൊടുക്കുക തന്നെ വേണം. ആ ഒരു കോടിക്കണക്ക് രൂപയുടെ ബിസിനസ് ഇവിടെ നിന്ന് എടുത്തു കളയണം, വലിച്ചൂരിക്കളയണം. എന്നാലാണ് ഈ സമൂഹം യഥാർത്ഥത്തിൽ നന്നായതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇത് ബഹുമാനപ്പെട്ട ഉത്തരവാദപ്പെട്ട ഭരണ നേതൃത്വം ശ്രദ്ധിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.